ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആൾക്കാർ കൂടുതലുണ്ട്, കുടുംബക്കാരെല്ലാം ഉണ്ട്, രാഹിയുടെ ബന്ധുക്കൾ, എൻ്റെ അമ്മ, അപ്പോൾ ബന്ധുക്കളെല്ലാ ആൾക്കാരും ഉണ്ട്. നമ്മളിന്ന് വന്നേക്കുന്നത് മലയാറ്റൂർ കുരിശുമുടിയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു. ആരും ഒന്നും ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പറ. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കയറി നമ്മൾ രാവിലെ ഒരു 6 മണിയല്ലേ, 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ അങ്കമാലി ഇറങ്ങി. അവിടെ നിന്ന് തൊട്ടടുത്ത് പ്രൈവറ്റ് ബസ് കിട്ടി. അവിടെ നിന്ന് നേരെ മലയാറ്റൂർ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കാല് വയ്യാതെയാണ് കയറുന്നത്. മുന്നേ വന്നതാണ്, വീണ്ടും വർഷത്തിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട്. എനിക്ക് 3.5 വയസ്സ്, അമ്മ 8 വയസ്സുള്ളപ്പോഴാണ് വന്നത്. അതിനുശേഷം ഇത്ര ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ വന്നിറങ്ങി ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ എമൗണ്ടാണ് അത് കൊടുത്ത് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് ഇനി നമ്മൾ ഫുഡ് കൊണ്ടുവന്നു, രാവിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കണം, ഒരു ചായയും കുടിച്ചിട്ട് മലയിൽ കയറും. ഓക്കെ, മുന്നേ വന്നിട്ടുണ്ടോ? എപ്പോഴാ മുന്നേ വന്ന? മുന്നേ വന്നിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടോ. അത് കുരിശുമല. അപ്പോൾ നമ്മളിവിടെ വന്ന്, ഇത് നമ്മുടെ അടിവാരം എന്ന് പറയും. ഇവിടെ വന്നിട്ട് നമ്മൾ ഫ്രഷപ്പായി. ഈ കാണുന്ന പോലെ തന്നെ വലിയ പാർക്കിംഗ് ഏരിയ ആണ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിംഗ് ഏരിയ. പിന്നെ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമുണ്ട്. 10 രൂപയാണ് ടോയ്ലറ്റ് സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. പിന്നെ ചായക്കടകൾ, പിന്നെ സ്നാക്സ്, കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ രാവിലെ എത്ര മണിയായി? 8:30 മണിയായിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നക്ഷത്ര തടാകം എന്ന് പറയുന്ന ഒരു വലിയൊരു കുളമുള്ളത്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങുന്നതും ഇവിടെ തന്നെയാണ്. പല റൂട്ടുകളിലേക്കും ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് മുകളിലോട്ട് പോകുന്നത്. തടാകം, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നതെല്ലാം നമ്മുടെ ചായക്കടകൾ, പിന്നെ ദോശ, ഊണ്, കഞ്ഞി, കാപ്പി, അപ്പം, പുട്ട്, ചിക്കൻ, അതൊക്കെ കഴിക്കാനുണ്ട്. പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ ഊന്നി കയറാനുള്ള സ്റ്റിക്ക് ഇവിടെ ഉണ്ട്, വരിയായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റിക്ക്, ചൂരല്ല സ്റ്റിക്ക്. പിന്നെ അതുപോലെ തന്നെ മെഴുകുതിരി, കുരിശ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്നാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ വരെ ബസ്സുണ്ട് കേട്ടോ. അവിടെ അപ്പുറത്ത് മേടിച്ചു. ഇവിടെയാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. നമ്മൾ ഇവിടെ തന്നെയാണ് വന്ന് ബസ് ഇറങ്ങിയത്. അടുത്ത ബസ് വന്നിട്ടുണ്ട്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ കുരിശുമുടി. അപ്പോൾ ഇത് കുരിശുമുടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ കാണുന്ന എൻട്രൻസ്. ഇതിൻ്റെ സൈഡിലേക്ക്, 2 സൈഡിലും ഒരുപാട് കച്ചവട ചെറിയ സ്റ്റാളുകളുണ്ട്. കഴിക്കാനുള്ളതും കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനുള്ളതും അങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ 2 സൈഡിലായിട്ട് വരിയായിട്ടുണ്ട് കേട്ടോ. എന്തൊരു കളിപ്പാട്ടം, എന്തിനെങ്കിലും കളിപ്പാട്ടം ഉണ്ടോ? അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലോട്ട് പോകട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും മുകളിലോട്ട് പോവുക. എന്തായാലും നമുക്കതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ച് ഫുഡ് കഴിച്ചിട്ട് മുകളിലോട്ട്. ഇപ്പം ഭയങ്കര തിരക്കൊന്നുമില്ല. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അറിയാം എന്താണ് അവസ്ഥയെന്ന്. ബസ് ഇറങ്ങിയില്ലേ ആ സ്ഥലം, അതായത് ഒരു തടാകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഒരു മെയിൻ എൻട്രൻസ് കണ്ടില്ലേ, അവിടെ നിന്ന് അകത്തേക്ക് വരുമ്പോൾ റോഡ് നിറയെ കച്ചവടങ്ങളാണ് കേട്ടോ. ഇതുപോലുള്ള ചെറിയ കച്ചവടങ്ങളാണ്. നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടും. പിന്നെ മുകളിൽ പോയി മെഴുകുതിരി കത്തിക്കാനും, പിന്നെ ഡ്രസ്സ് ഐറ്റംസും ടോയ്സും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോൾ, അതായത് നമ്മൾ മലമുകളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇവിടെയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, ഒരു പാറപ്പുറത്ത് ഇതുപോലെ ഒരു സ്റ്റാച്ചു ഒക്കെ നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഈ എല്ലാ കുരിശടികളിലും ഇതുപോലെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന ആൾക്കാർ എല്ലാവരും കൂടുതലും തീർത്ഥാടകരാണ്, വിനോദസഞ്ചാരികളോ അതുപോലെ തന്നെ ട്രക്കേഴ്സോ ഒന്നുമല്ല. കൂടുതലും അവരൊക്കെയാണ് വരുന്നത്. അവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. നമ്മൾ അവിടെ തന്നെ സൈഡിൽ ഇരുന്ന് ഫുഡൊക്കെ വന്ന് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ മലമുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിലാണ് കൂടുതൽ ആൾക്കാരും വരിക. പിന്നെ ഇവിടെ തന്നെ ഈ താഴെ ഇവിടെ ഒരു ഭാഗത്ത് നേർച്ച ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഈ നേർച്ചയുടെ ആഹാരം, കഞ്ഞിയാണെന്ന് തോന്നുന്നു,
അവിടെ കൊടുക്കുന്നുണ്ട്. ഈ എൻട്രൻസ് കഴിഞ്ഞാണ് ഇതുപോലെയാണ് ഫസ്റ്റ് തുടക്കം. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ വലിയ ഉരുളൻ കല്ലുകൾ, പാറക്കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ പാറകൾ മാറിയിട്ടുള്ള മണ്ണിൽ കൂടെയുള്ള വഴിയിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. ആദ്യത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മുന്നേ എവിടെ പോണ? എവിടെയാണ് സ്ഥലം? എവിടെ ഇത്? സ്ഥലം അവിടെ? എടാ ഏതാണ് ഈ സ്ഥലത്തിന്റെ പേര് പറ. അറിഞ്ഞൂടാ? മലയാറ്റൂര്. മലയാറ്റൂര് പാണ്ടിൽ കയറുവോ? അത് കേട്ട് മലയാറ്റൂർ അത് കേട്ട്. അതിന് മലയുടെ വണ്ടിയിൽ കയറുമോന്ന്? കയറുമല്ലോ. വാ പോവാം. നമ്മൾ ഫുഡ് കഴിച്ചു കൊണ്ടുവന്ന ചപ്പാത്തി, പൂരി സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറിയതാണ്. പൊൻപണമിറക്കം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. മുകളിലത്തെ ഭണ്ഡാരം പൊട്ടിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഇതുവഴി അവർ പണം ഇറക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വന്നത്. ഇപ്പോൾ അതിനൊക്കെ മുന്നേറ്റാണ് കേട്ടോ. തീർത്ഥാടന സീസൺ സമയത്ത് തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. താഴെ നിന്നൊരു ചെറിയ കമ്പ് ഓടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞതാണ്. നമ്മൾ ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. പിന്നെ പലയിടത്തും ബോർഡുകളുണ്ട്. ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ വന്നിട്ടുള്ളത് രാഗിയുടെ അമ്മ വന്നു, സഹോദരൻ്റെ വൈഫിൻ്റെ അമ്മ, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ്റെ മോള്, പിന്നെ എൻ്റെ മോൻ, പിന്നെ രാഗി. ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മുകളിൽ പോയി ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തായിരുന്നാലും കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് യാത്ര പോയിട്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരു യാത്രയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ ഇത്ര ആൾക്കാരുണ്ട്. നമ്മൾ രാവിലെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് ഫുഡും കഴിച്ച് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 9:30. അപ്പോൾ മുകളിൽ ആരാധന നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഈ സമയത്തും രാത്രിയല്ല. പിന്നെ ഈ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, സീസൺ സമയത്ത് മാത്രമേ ഉള്ളൂ രാത്രിയിൽ സഞ്ചാരം. അല്ലാത്ത വർഷത്തിൽ എല്ലാ ദിവസവും പകൽ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. 6 to 5 ആണ് ഫുള്ളായിട്ട് കയറാനുള്ള സമയം എന്ന് പറയുന്നത്. ഈ സീസൺ ടൈമിൽ ദുഃഖവാരം, ഈസ്റ്റർ ഈ സമയത്ത് രാത്രിയും കൂടെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ മുകളിലോട്ട് പോകാം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. പതുക്കെ നമുക്ക് നടന്ന് മുകളിലോട്ട് പോവാം. തുടങ്ങിയപ്പോൾ കണ്ടില്ലേ വലിയ ഉരുളൻ കല്ലുകളായിരുന്നു. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇത്രയും വീതിയുള്ള, ഇത്ര നിരപ്പായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ മലയാറ്റൂർ. ആദ്യത്തെ സെക്ഷൻ കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് പോവാണ്. പക്ഷേ ഇത്രയും വീതി ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് വലിയ മരക്കുരിശുകൾ ചുമന്നുകൊണ്ട് പോകുന്നത്. തുടങ്ങിയതേ ഉള്ളൂ. പിന്നെന്ത് ചാടി മണ്ട കയറിയ തളർന്ന കുളിച്ചല്ലേ വേർത്ത്. നടക്കുവോ തുപ്രാം? ബാ നട. വെള്ളം കുടിച്ചിട്ടോ. ഇവിടെ നിന്ന് ഇനി ഹൈറ്റ് തുടങ്ങണം കേട്ടോ. ഇത്ര നേരം നിരപ്പുള്ള ഇതായിരുന്നു. ഇനി മുഴുവൻ പാറക്കല്ലുകൾ നിറഞ്ഞ അത്യാവശ്യം ഹൈറ്റുള്ള സ്ഥലത്തോട്ട് പോവാണ്. പക്ഷെ വീതിയുണ്ട്, നല്ല വീതിയുള്ള സ്ഥലമാണ് കേട്ടോ. മുന്നപ്പം നടന്ന് തോളിൻ്റെ മണ്ടേ കയറി അല്ലേടാ? ഡേയ് ഇറങ്ങുന്ന നാളേടാ. മണ്ടയിൽ പോയിട്ട് നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. രാവിലെ ആയതുകൊണ്ടാണ് ക്ഷീണം, കുറച്ച് ക്ഷീണം. ഉറക്ക ക്ഷീണം എന്നല്ല പറഞ്ഞ, കുറച്ച് ക്ഷീണം അല്ലേ? കുറച്ച് ക്ഷീണം. അതന്നെ അതന്നെ ഞാനും പറഞ്ഞത്. കുറച്ച് ക്ഷീണമെന്ന്, ഉറക്ക ക്ഷീണമെന്നല്ല പറഞ്ഞ കേട്ടാ. കുറച്ചുകൂടെ മുകളിൽ പോയിട്ട് നടക്കുമല്ലോ. തീർത്ഥാടകർക്കൊപ്പം വേറൊരാളും കൂടെ തീർത്ഥാടനം നടത്തുന്നുണ്ട് കേട്ടോ. ഇത് കൗതുകമായിട്ട് തോന്നിക്കൊണ്ട് എടുത്തതാണ്. തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് പോകുന്ന വഴികളിൽ ഒക്കെയും കുടിവെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. നടന്ന് ഏകദേശം പകുതി ദൂരം കഴിഞ്ഞെന്ന് തോന്നുന്നു. 10:30 മണിയായി. ഭയങ്കര തിരക്കൊന്നുമില്ല, അത്യാവശ്യം തിരക്ക്. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ചിലർ മുകളിൽ പോയി, ചിലർ താഴെ നിന്ന് വരുന്നുണ്ട്. അതായത് തന്നെ പതുക്കെ നമ്മൾ പോകുന്നുള്ളൂ. കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട് വളരെ പതുക്കെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. നമ്മൾ വരുന്ന വഴികളിൽ ഓരോ കുരിശടികളുണ്ട്. എല്ലായിടവും ആൾക്കാരും മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഓരോ കുരിശ്
വച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് എല്ലായിടവും ചെയ്തിട്ടുണ്ട്. എല്ലായിടവും ടാപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പോവാ മുകളിൽ. ഡേ നടക്കോ എടുക്കണോ? നടു എടുക്കണം. കുറച്ച് നടാ. ബാക്കിലോട്ട് പോകണാടേ. വാ വാ വാ. അപ്പോൾ നമ്മൾ ഏകദേശം ലാസ്റ്റ് എത്താറായിട്ടുണ്ട്. ഒരുപാടല്ല 4-5 സ്ഥലത്തൊക്കെ ഇരുന്ന് കേട്ടോ. 11:45 ആവാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ തിരക്ക് പിന്നും കൂടി വന്ന ആൾക്കാർ തിരിച്ചിറങ്ങുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം ഏകദേശം എത്താറായിട്ടുണ്ട്. മണിക്കൂറുകളുടെ നടത്തത്തിനൊടുവിൽ നമ്മൾ ഏറ്റവും മുകളിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയ വിശാലമായിട്ടുള്ള വീതിയുള്ള വഴി ആയതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വലിയ മരക്കുരിശുകൾ ഇവിടെ കൊണ്ട് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. വലിയ മരക്കുരിശുകളും ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുകളിൽ ചെല്ലുമ്പോൾ നമുക്കത് കാണാനും സാധിക്കും കേട്ടോ. പിന്നെ കൊച്ചുകുട്ടികൾക്കോ വലിയ ആൾക്കാർക്കോ ഒക്കെ നടന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീർത്ഥാടന യാത്ര തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ കുരിശ് കൊണ്ടുവന്നില്ല. അവിടെ ഉണ്ട്, മുകളിൽ വേറെ കുരിശുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓരോ പള്ളിക്കാർ അല്ലെങ്കിൽ ഓരോ CAFO അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ പേരെഴുതിയിട്ടുണ്ട്. ഓരോ കുരിശ് കൊണ്ടുവന്ന മുകളിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് കുടിവെള്ളം എല്ലായിടം ഉണ്ടായിരുന്നു. പക്ഷേ പാക്കിംഗ് വാട്ടറൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മുകളിലിട്ട് വരുമ്പോഴത്തേക്ക് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടും. വേണ്ട, പൊണ്ണം കുപ്പി ജ്യൂസ് വെള്ളം വേണ്ട. അപ്പോൾ നമ്മളിലുള്ള എല്ലാവരും ഇങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സ്നാക്സ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. പള്ളിയും ആന കുത്തിയ പള്ളി, പിന്നെന്താണ് ഒരു നീരുറവ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടെ അതിൻ്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പറഞ്ഞു ഇവിടുത്തെ ഫുള്ള് ഒരു മാപ്പ് പോലെ വെച്ചിട്ടുള്ളതാണ്. യൂട്യൂബിൽ വരണം. വരും നിങ്ങളെ കാണും. നിങ്ങളെവിടെ? കോട്ടയം ട്രാവൽ ഡയറി. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. കോട്ടയത്താണ് പുള്ളി, ജെറിൻ എന്നാണ് പേര്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ കാണുന്ന ഈ വലിയ കുരിശുകളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, കേരളത്തിന് പുറത്തുനിന്ന് ഉള്ളത് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ പല സ്ഥലങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങൾ, ചർച്ചുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം താഴെ നിന്ന് ചുമടായിട്ട് ആൾക്കാരെല്ലാം കൂടെ ചുമന്ന് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതിലും വലിയ മരക്കുരിശുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പഴക്കം കൊണ്ട് ഇല്ലാതായതും അല്ലാതെ പുതിയ കുരിശുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സിംഗിളായിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുരിശുകൾ ചെയ്തു കൊണ്ടുവരുന്നവരുണ്ട്, അതിൽ പേര് എഴുതിയതുണ്ട്. അല്ലാതെ സിംഗിളായിട്ട് വളരെ ചെറിയ കുരിശുകൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇവിടെ ഉപേക്ഷിക്കുകയാണ് പതിവെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടി ചെല്ലുമ്പോൾ നമുക്ക് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അവിടെ തന്നെ തിരുശേഷിപ്പ് വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കുറേ ചാപ്പലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുകയാണ് ആന കുത്തിയ പള്ളി എന്ന് പറയുന്നത്. എൻ്റെ ചുവരിൽ പണ്ട് ആന വന്ന് കുത്തിയതിൻ്റെ പാട് കാണാൻ പറ്റും കേട്ടോ. അത് ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് നല്ല വ്യൂ ആണ്, ഒക്കെയാണ്. ഇവിടെ ആരാധന തുടങ്ങി കേട്ടോ. ആന കാണാനല്ല, ആന കുത്തിയ പള്ളിയെന്ന്. ആന കുത്തിയതിൻ്റെ ഒരു പാടുണ്ട്, അത്രേ ഉള്ളൂ. അതായത് കൊച്ചു പള്ളി കണ്ട, മുകളിലത്തെ കൊച്ചു പള്ളി കണ്ട. ഇത് നമ്മൾ കയറി വരുന്ന ആ ഭാഗത്തിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ആനകുത്തിയ പള്ളി ആ സൈഡ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അവിടെ തന്നെ 1-2 പള്ളികൾ, ചാപ്പലുകളൊക്കെ ഉണ്ട്. ഈ താഴേക്ക് പോകുന്ന സ്ഥലത്താണ് നമ്മുടെ അത്ഭുത നീരുറവ എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റുക. വല സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. തൊട്ടപ്പുറത്തും പാറപ്പുറത്തൊക്കെ ഇരുന്ന് നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. ഇവിടെയാണ്
അത്ഭുത നീരുറവ എന്നുള്ള ആ ഒരു കിണർ ഉള്ളത്. അതായത് പാറക്കുളമാണ്. പാറക്കുളം പോലത്തെ സ്ഥലത്ത് ഇത്രത്തോളം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ചില അവസരത്ത് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആൾക്കാരൊക്കെ നാണയത്തൊട്ടുകളൊക്കെ എറിഞ്ഞിട്ടുണ്ട്. എറിയരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞത്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ആരാധന നടക്കുന്ന ഈ ചർച്ചിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിന് തൊട്ട് മുന്നെയാണ് നമ്മളൊരു ചെറിയ ചർച്ച് കണ്ടത്. ഇതാണ് ഇപ്പോൾ ആരാധന നടക്കുന്ന ചർച്ച. അതിന് അടുത്ത് തന്നെ ഈ പൊൻകുരിശുണ്ടല്ലോ, പൊൻകുരിശ് വച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതെല്ലാം പാറപ്പുറത്താണ് കേട്ടോ. നമ്മൾ താഴെ നിന്ന് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് മുകളിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ എല്ലായിടവും ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനെ തൊട്ടിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ ആയിട്ട് കയറി വരുന്ന ഒരുപാട് തീർത്ഥാടകരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ ആനകുത്തിയ പള്ളി കണ്ടു. അതിന് ശേഷം ഒരു ചാപ്പലുണ്ട്. അതിന് ശേഷം എന്താണ് ഒരു പൊന്നിൻ കുരിശുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കൊടിമരം, അത് കഴിഞ്ഞിട്ട് പാദമുദ്ര പതിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ അടുത്ത് കാണുന്നത് കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്തത് തോമസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെയും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് 2 കാൽപ്പാടുകൾ പതിഞ്ഞതുപോലെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതൊരു കണ്ണാടി കൂടുകൊണ്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതും പാറപ്പുറത്ത് തന്നെയാണ്. ഈ കണ്ട കാഴ്ചകളെല്ലാം പാറപ്പുറത്ത് തന്നെയാണ് കേട്ടോ. നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു ബാലൻസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ താഴെ വെച്ച് കണ്ട നക്ഷത്ര തടാകവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മൾ അത് മലയാറ്റൂർ അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെയുള്ള ഒരു പാറയുടെ പുറത്തിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു വലിയൊരു കുരിശ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നേ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതിന് മുകളിലോട്ടാണ്. അവിടെ എന്താ കണ്ടിരായി പറ, എന്താ കണ്ട് പറ. ആന കുത്തിയ പള്ളിയുണ്ട് അല്ലേ? പിന്നെ മറ്റേ തോമസ് ലീയുടെ കാല് പതിഞ്ഞ ആ ഒരു പോഷൻ കണ്ട്. പിന്നെ കിണർ, അത്ഭുത കിണറല്ലേ, അതിൽ വെള്ളം കോരുന്നു. പിന്നെ അതിൽ നേർച്ച പൈസ വണ്ടി ഇടായിരുന്നു, ഇപ്പം ഇട്ടുവിടുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ചർച്ച് ഉണ്ട്. ഒരു ചർച്ചിൽ ആരാധന നടക്കുന്നുണ്ട്. മുന്നെന്തിനുണ്ട് നമ്മൾ പോയില്ല. ആന വന്ന് കുത്തിയത് കണ്ട? ആന കണ്ട? പിന്നെ ആന കുത്തിയ പള്ളി അല്ലേ? പിന്നെ വേറെ അത് കിണർ കണ്ടില്ലേ? കൊരങ്ങനൊക്കെ ഉണ്ടല്ലേ? ശരിയാണ്, നിറയെ കൊരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണോ? അപ്പം ആൾക്കാരുണ്ട്. ഇപ്പോൾ 12 മണിയായി. 12 മണി. നമ്മൾ വളരെ സാവധാനമാണ് കയറിയത്. അപ്പോൾ ഇനി റെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിയുള്ളവർ വരുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ചോദിക്കാം. ഇതിനപ്പുറം അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറം വേറെ കൈവരികളോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. പക്ഷേ രാത്രിയാകുമ്പോൾ ലൈറ്റ് കാണും കേട്ടോ. ലൈറ്റ് കാണുമെന്ന് അറിയില്ല. ഇതിനപ്പുറം കൈവരിയില്ലെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഇവിടെ ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. വലിയൊരു കുരിശ് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിലത്തെ പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മൾ ഇന്നലെ തിരിച്ചു ഇന്നിപ്പോൾ 12 മണിയായപ്പോൾ മുകളിലെത്തി. ഇനി ഇവിടെ നിന്ന് താഴേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ദിവസം ഇവിടെ നിന്നതിനാണ് ഞാൻ ലാസ്റ്റുള്ള ഔട്ടറൊക്കെ പറഞ്ഞത്. അന്നൊക്കെ ഇവിടെ നിറയെ ആളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആൾ അത്രയ്ക്കും ഇല്ല എന്ന് തോന്നുന്നു. വന്നവരൊക്കെ അതുവഴി അങ്ങ് ഇറങ്ങി പോവുകയാണ്. പള്ളിക്കകത്താളുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിക്കകത്ത് നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, എത്രയൊക്കെയാണ് വിശേഷം. ഇനി അവരോട് വരട്ടെ, ഒന്ന് ചോദിച്ചു നോക്കാം. അവരുടെ അടുത്തോട് ചോദിക്കാം. അവരൊക്കെ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് എക്സ്പീരിയൻസ് കേട്ടോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മല കയറാൻ നല്ല ഒരു ഉണർവ് തന്നെയാണ്. കയറാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. നല്ല രീതിയിൽ കയറാൻ സാധിച്ച്. ആദ്യമായിട്ടാണ് ആൻറ്റി ഇവിടെ കയറിയത്. ആൻറ്റി മലയാറ്റൂർ ആദ്യമായിട്ടാണ് കയറിയത്. പറയൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ആയിരിക്കും പ്രതീക്ഷ. ഇത്ര കടുക്കും പ്രതീക്ഷതാ? എളുപ്പമായി പോയാ? കുഴപ്പമില്ല, എളുപ്പമുണ്ട്. ഒരു ക്ഷീണവും ഇല്ല. കുഴപ്പമില്ല, ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഹാപ്പിയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കയറാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. എന്നാലും കയറാൻ പറ്റും. ദൈവാനുഗ്രഹം വിചാരിക്കുന്നു. കുഴപ്പമില്ല, ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ
തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മണി ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. പോയതുപോലെ തന്നെ ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ തിരിച്ചിറങ്ങി ഇനി നമ്മൾ ആലുവയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെ പോയിട്ട് നേരെ തിരുവനന്തപുരം പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.